നമ്മൾ പറയാൻ പോകുന്ന അടുത്തത് ഡബിൾ എഫ്, ഡബിൾ എൽ, ഡബിൾ എസ്, ഡബിൾ ഇസഡ് ഇത് വരുന്നതിനെ കുറിച്ചാണ്. ഒരു സിലബിൾ മാത്രമുള്ള വാക്കുകളിൽ എഫ്, എല്, എസ് അല്ലെങ്കിൽ ഇസഡ് കൊണ്ട് അവസാനിക്കുകയും തൊട്ടു മുന്നിൽ ഷോർട്ട് വവൽ വരികയും ചെയ്താൽ ഇരട്ടിച്ച് ഉപയോഗിക്കും. അതായത് എഫ്, എൽ, എസ് ഓർ ഇസഡ് ഇത് ഇത്രയും കൊണ്ടുവരുന്ന ഒരു സിലബിൾ മാത്രമുള്ള, സിലബിൾ എന്താണെന്നൊക്കെ നമ്മൾ ആദ്യം പഠിച്ചു. ഇതൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടാണ് സിലബിൾ എന്തുവാന്ന് ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു സിലബിൾ മാത്രമുള്ള വാക്കുകളിൽ അതിന് തൊട്ട് അവസാനിക്കുന്ന വാക്കുകളിൽ ഒരു സിലബിൾ മാത്രമുള്ളതിൽ എഫ്, എൽ, എസ് അല്ലെങ്കിൽ ഇസഡ് കൊണ്ട് അവസാനിക്കുന്ന വാക്കിന് അവസാനിക്കുകയും ആ അവസാനത്ത് വരുന്ന വാക്കിന് തൊട്ട് മുന്ന് ഷോർട്ട് വവൽ വരികയും ചെയ്താൽ ഇരട്ടിച്ച് ഉപയോഗിക്കും. അതായത് ബോൾ, എൽ എന്ന് പറഞ്ഞ അക്ഷരം വന്നു, തൊട്ട് മുമ്പ് ഷോർട്ട് വവൽ വന്നു, ബോൾ. അപ്പം അവിടെ ഇരട്ടിച്ചു. പാസ്, എസ് ആണ് അവസാനം വരുന്നത്, തൊട്ടു മുന്നിൽ എ വന്നു, അപ്പം പാസ്. ഓഫ്, അക്ഷരങ്ങൾ ഇരട്ടിച്ച് വരുന്ന. അടുത്തത് ഒരിക്കലും ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഐ കൊണ്ട് അവസാനിക്കില്ല. ഐയിൽ ഇംഗ്ലീഷ് വാക്കുകൾ ഐയിൽ അവസാനിക്കത്തില്ല. പകരം ഐക്ക് പകരം വൈ ആണ് ഐയുടെ ശബ്ദത്തിന് ഉപയോഗിക്കുന്നത്. ഇ അല്ലെങ്കിൽ ഐ. ഉദാഹരണം ബേബി, മൈ. ഇത് രണ്ടിലും ഐ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് എപ്പോഴും ഉപയോഗിക്കുന്നത് ഒരു സെന്റൻസ് തുടങ്ങുന്നതിനും ഏതെങ്കിലും വസ്തുവിന്റെ, സാധനത്തിന്റെ, എന്തിന്റെങ്കിലും പേരെഴുതുമ്പോഴും, അതുപോലെ ഐ ഞാനെന്ന് ഉപയോഗിക്കുമ്പോഴും. ഐ എന്ന ഞാൻ എന്ന അർത്ഥത്തിൽ ഐ ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് ആയിട്ടും, അല്ലാതെ ഐ ഞാൻ എന്ന അർത്ഥത്തിൽ എപ്പോൾ ഉപയോഗിക്കുന്നു അപ്പോഴെല്ലാം ക്യാപിറ്റൽ ലെറ്ററിലേ എഴുതത്തുള്ളൂ, ചെറിയ അക്ഷരത്തിൽ എഴുതത്തില്ല. പിന്നെ നമ്മൾ ഇന്നാൾ പറഞ്ഞായിരുന്നു ചുരുക്കെഴുത്തുകൾക്കും ഉപയോഗിക്കും. അപ്പോൾ അതും ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ.